ഹായ് ഗായ്സ്, പത്തനംമാറ്റ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ മാളവികയെ ഒരു ഡിസൈനറായിട്ട് ജ്വല്ലറിയിലേക്ക് കയറ്റി വിടുകയാണ് കേട്ടോ നമ്മുടെ ആദർശും കിരണും കൂടി. അങ്ങനെ മാളവിക അവിടെ തന്ത്രപൂർവ്വം കയറി പറ്റുകയാണ് ചെയ്യുന്നത്. ഇൻ്റർവ്യൂ ഒക്കെ കഴിയുമ്പോഴേക്കും തന്നെ മാളവികയ്ക്ക് മനസ്സിലാകാണ് ഈ ഡേവിഡ് എന്ന് പറയുന്ന ആളൊന്നും ആയിരിക്കില്ല ജ്വല്ലറിയുടെ MD എന്ന്. കാരണം ഒരു ഡിസൈനിനെ പറ്റിയും ഒരു സ്വർണ്ണ വ്യാപാരത്തെ പറ്റിയിട്ടും ഒരു വലിയ വിവരമുള്ള ആളൊന്നും അല്ല ഡേവിഡ് എന്ന് മാളവിക മനസ്സിലാക്കുകയാണ്. ഇതിൻ്റെയൊക്കെ പിന്നിൽ വേറൊരാളുണ്ടെന്നും അയാളാണ് ഇതെല്ലാം തീരുമാനിക്കുന്നതെന്നും മാളവികയ്ക്ക് മനസ്സിലാകാണ്. അത് കിരണിനോടും ആദർശിനോടും ഒക്കെ പങ്കുവയ്ക്കുന്നുണ്ട് മാളവിക. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അങ്ങനെ ഒരാളുണ്ടെങ്കിൽ അയാളെ നമ്മൾ കണ്ടെത്തണം. ജ്വല്ലറിയെ കുറിച്ചിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ അറിയണം. അതിനായിട്ട് നമ്മൾ പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ കയറി പറ്റി ജോലി ചെയ്യണമെന്ന് പറയാം. അപ്പം മാളവിക പറയുന്നുണ്ട്, എനിക്കൊരു ശമ്പളവും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ എല്ലാ കാര്യങ്ങളും കണ്ടുപിടിച്ച് തരും. അതിനായിട്ട് നയന മേഡത്തിൻ്റെ ഒരു സഹായമൊക്കെ വേണം. അല്ലാതെ എൻ്റെ മാത്രം ഡിസൈനുകൾ കൊണ്ട് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ ഇവർ പറയുന്നുണ്ട് എല്ലാ സഹായങ്ങളും ഉണ്ടാകാമെന്ന് പറയാം. അങ്ങനെ രണ്ടും കൽപ്പിച്ച് മാളവിക ഇരിക്കുകയാണ് കേട്ടോ ജ്വല്ലറിക്ക് പിന്നിലുള്ള ആ ഒരു ആളെ കണ്ടെത്താനായിട്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് മാളവിക ഇത് കണ്ടെത്തുന്നതും ഇത് വന്ന് ആദർശിനോടും കിരണിനോടും ഒക്കെ വീഡിയോ കാണിച്ച് ആൾക്കാരെ വെളിപ്പെടുത്തുന്നതും. ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ പിറ്റേ ദിവസം തന്നെ നമ്മുടെ ഡേവിഡ് വിളിക്കുകയാണ് മാളവികയെ. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങളെ ഇവിടെ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുകയാണ്, നിങ്ങളുടെ ഡിസൈനുകളൊക്കെ ഇഷ്ടപ്പെട്ടിരിക്കുകയാണ്, അതുകൊണ്ട് തന്നെ അടുത്ത ദിവസം തൊട്ട് ജോലിക്ക് ഇവിടെ വരണം എന്ന് പറയാം. അപ്പോൾ മാളവികയ്ക്ക് ഭയങ്കര സന്തോഷമായ പോലെ തന്നെ പറയാം. മാളവിക, ആണോ സാർ, വളരെയധികം സന്തോഷമുണ്ട്. സാറിനെ ആദ്യം കാണിച്ചപ്പം അതൊന്നും അത്ര പോരാന്ന് പറഞ്ഞപ്പം എനിക്കത് വിശ്വസിക്കാനേ പറ്റിയില്ല. എൻ്റെ മാക്സിമം എഫേർട്ട് ഇട്ടാണ് ഞാനത് ചെയ്തതെന്ന് പറയാണ്. അപ്പോൾ ഡേവിഡ് പറയാണ്, അല്ല അന്നേരം ഞാൻ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ, പക്ഷേ ഈ ഡിസൈനിൻ്റെ കാര്യത്തിലും മറ്റുമൊക്കെ തീരുമാനമെടുക്കുന്നത് എൻ്റെ പുറകിൽ വേറെ ചിലരൊക്കെ ഉണ്ട്, അവരൊക്കെയാണ് എന്ന് പറയാണ്. അപ്പം മാളവിക ഒന്നും അറിയാൻ പാടില്ലാത്ത പോലെ ചോദിക്കുകയാണ്, അങ്ങനെ ആളുകളുണ്ടോ സാറേ സാറിൻ്റെ പുറകിൽ? സാറല്ലേ ജ്വല്ലറിയുടെ MD എന്ന് പറയാം. ഞാൻ MD ഒക്കെ ആയിരിക്കാം, പക്ഷേ എനിക്ക് ഈ കാര്യത്തിലൊന്നും അത്ര വലിയൊരു ഇതൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ മറ്റാളുകളാണ് ഇത് തീരുമാനിക്കുന്നതെന്ന് പറയാം. അപ്പോൾ അടുത്ത ദിവസം തന്നെ നിങ്ങൾ വരണം, ജോയിൻ ചെയ്യണം എന്ന് പറയാണ്. അങ്ങനെ മാളവിക ഈ വിവരം ആദർശിനോടും നയനയോടുമായിട്ട് പറയാണ്. ആദർശ് സാറിനോട് പറയാണ്, എനിക്ക് അവിടെ ജോലി കിട്ടി, അടുത്ത ദിവസം ജോയിൻ ചെയ്യാൻ പോവുകയാണെന്ന് പറയുക. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ബെസ്റ്റ് ഓഫ് ലക്ക്, നമുക്ക് അവിടെ കയറി കുറച്ച് നാളെങ്കിലും പിടിച്ചു നിന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം. അതിനായിട്ട് മാളവിക ഞങ്ങളെ ഹെൽപ്പ് ചെയ്യില്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ മാളവിക പറയുന്നുണ്ട്, തീർച്ചയായും അത് തന്നെയാണല്ലോ ഞാനിപ്പോൾ ഇതിങ്ങോട്ട് വന്നതിൻ്റെയും കയറിയതിൻ്റെയും ഒക്കെ ലക്ഷ്യം. US നിന്ന് ഇപ്പോൾ ലീവിന് വന്നതുകൊണ്ടാണ്. അപ്പോൾ പറയുന്നുണ്ട്, അത്യാവശ്യം വേണ്ട ശമ്പളമൊക്കെ ഞങ്ങളും തരാം എന്ന് പറയും ആദർശ്. അപ്പോൾ പറയുന്നുണ്ട് ആ മാളവിക, എനിക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, എനിക്ക് റെമ്യൂണറേഷൻ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് മൂർത്തീസ് ജ്വല്ലറിയെയും അതുപോലെ ആദർശ് സാറിനെയൊക്കെ സഹായിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ലേ ഇത്. അതിന് വേണ്ടിയിട്ട് ഞാൻ മാക്സിമം പ്രവർത്തിക്കുമെന്ന് പറയാം. പിന്നെ നയന മേഡം ഒരു ഹെൽപ്പ് ചെയ്യണം, അന്ന് മേഡത്തിൻ്റെ ഡിസൈനുകൾ കാണിച്ചിട്ടാണ് ഞാനത് അവിടെ കയറി പറ്റുന്നത്. അതുപോലെ ഇനിയിപ്പോൾ അവിടെ അവരെന്തെങ്കിലുമൊക്കെ മാജിക്ക് കാണിക്കാൻ പറഞ്ഞാൽ പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് മേഡം എന്നെ സഹായിക്കേണ്ടി വരുമെന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ നയന് പറയാം, അതൊന്നും കുഴപ്പമില്ല, നമുക്ക് കുറച്ച് നാൾ അവിടെ പിടിച്ച് നിൽക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് എന്ത് സഹായവും ഞാൻ ചെയ്യാം മാളവികയ്ക്ക് എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ മാളവിക പറയുന്നുണ്ട്, അവർ വലിയൊരു പ്ലാനിലൊക്കെയാണെന്നാണ് പറഞ്ഞത് എന്ന് പറയാണ്. വിഷുവിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ കളക്ഷൻസൊക്കെ ഇറക്കാൻ വേണ്ടി അവർ തീരുമാനിച്ചിരിക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ നന്നായിട്ട് വർക്ക് ചെയ്യേണ്ടി വരുമെന്ന് പറയുമ്പം നയന പറയുന്നുണ്ട്, എല്ലാ ഹെൽപ്പും ഞങ്ങൾ ചെയ്യും അല്ലേ ആദർശേട്ടാന്ന്. അപ്പോൾ ആദർശം പറയാം, ശരിയാ, ധൈര്യമായിട്ട് പോയി ജോയിൻ ചെയ്തോ, അവരുടെ പിന്നിലുള്ളവർ ആരൊക്കെയാണെന്നും എന്താണ് അവരുടെ ലക്ഷ്യമെന്നും ഒക്കെ മാളവിക അതിൻ്റെ ഇടയ്ക്കൊന്ന് കണ്ടെത്തണം കേട്ടോ എന്ന് പറയുമ്പോൾ മാളവിക പറയുന്നുണ്ട്, അത് തന്നെയല്ലേ എൻ്റെ ലക്ഷ്യം എന്ന് പറയാം. അങ്ങനെ പിറ്റേ ദിവസം തന്നെ മാളവിക പോയി ജോയിൻ ചെയ്യാണ് കേട്ടോ. ജോയിൻ ചെയ്യുമ്പം ഡേവിഡ് സ്വീകരിക്കുന്നൊക്കെ ഉണ്ട്. ഡേവിഡ് കാര്യങ്ങളൊക്കെ പറയാണ്, നല്ല രീതിയിൽ വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ശമ്പളം കിട്ടുമെന്ന് പറയുമ്പോൾ മാളവിക പറയുക, അതാ സാറേ ഞാൻ മൂർത്തീസ് ജ്വല്ലറിയിൽ നിന്ന് നിർത്തി പോകുന്നത്, അവിടെ ചെയ്യുന്ന കഷ്ടപ്പാടിനൊന്നും വലിയ വിലയൊന്നും ഇല്ലായിരുന്നു, ഒരുപാട് ശമ്പളമൊന്നും എനിക്ക് കിട്ടാറില്ല. പിന്നെ നയന മേഡം വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ നയനാസ് കളക്ഷൻ എന്ന പേരിലൊരു കളക്ഷൻ അവിടെ ഉണ്ടായി. നയന മേഡമാണ് മുൻപന്തിയിൽ നിന്നതെങ്കിലും ഞങ്ങളുടെയൊക്കെ കഷ്ടപ്പാടിൻ്റെ ഫലം വിറ്റിട്ടാണ് സാറേ അവർ ലാഭം ഉണ്ടാക്കിയത്. എന്നിട്ടും ഞങ്ങൾക്കൊന്നും യാതൊരു വിലയും തന്നില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് എനിക്ക് US പോകാൻ ഒരു ചാൻസ് കിട്ടിയതും ഞാൻ അങ്ങോട്ട് പോയി രക്ഷപ്പെട്ടതും. ഇപ്പം അവിടുന്ന് നിർത്തി ഞാൻ വന്നപ്പം ഇങ്ങനൊരു അവസരം ജ്വല്ലറിയിൽ കിട്ടിയത് കൊണ്ട് മാത്രമാണ് സാറേ ഞാനിവിടെ കയറി കൂടിയതെന്ന് പറയാണ്. മാത്രമല്ല ഇപ്പം ലീഡിംഗ് ആയിട്ട് നിൽക്കുന്ന ജ്വല്ലറിയാണല്ലോ, 2ാം സ്ഥാനത്തല്ലേ
മൂർത്തീസ് ജ്വല്ലറി വരുന്നുള്ളൂ. അപ്പോൾ മൂർത്തീസ് ജ്വല്ലറിയുമായിട്ട് നല്ല കോമ്പറ്റീഷനുള്ള AM ജ്വല്ലറി തന്നെ കയറാൻ പറ്റിയത് എൻ്റെ ഭാഗ്യമാണ് സാറേ എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ ഡേവിഡ് പറയാണ് ശരിയാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വിഷുവിന് മൂർത്തീസ് ജ്വല്ലറി ഇറക്കുന്നതിലും വളരെ നല്ല കളക്ഷൻസ് ഇറക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. നയനാസ് കളക്ഷൻ എന്ന പേരിൽ അവിടെ ഉള്ളതുപോലെ ഇവിടെ നമുക്ക് മാളവികാസ് കളക്ഷൻസ് എന്ന പേരിൽ ഒരു കളക്ഷൻ തന്നെ തുടങ്ങണം. ആളുകൾ അത് ചോദിച്ച് വരികയും ചെയ്യണം. വിഷുവിന് അവരെ സെയിലിൻ്റെ കാര്യത്തിൽ നമുക്ക് പൊട്ടിക്കുകയും ചെയ്യണം. അതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയാം. അപ്പം മാളവിക പറയുന്നുണ്ട് എൻ്റെ മാക്സിമം എഫേർട്ട് ഇട്ട് ഞാൻ ചെയ്യാം സാറേ, പക്ഷേ നയന മേഡത്തിന് ഭയങ്കര കഴിവാണുള്ളത്, നയന മേഡത്തിൻ്റെ അത്രയൊന്നും എത്താൻ എനിക്ക് പറ്റിയെന്ന് വരില്ല എന്ന് പറയുമ്പം ഡേവിഡ് പറയുന്നുണ്ട് ഇപ്പം നയനെ അങ്ങനെ വലുതായിട്ട് ഡിസൈൻ ഒന്നും ചെയ്യുന്നു തോന്നുന്നില്ല, ആ കുട്ടി പ്രഗ്നൻ്റ് അല്ലേ, അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആ അവസരം നമ്മൾ മുതലാക്കണം മാളവിക എന്ന് പറയാം. മാളവിക പറയുന്നുണ്ട് എല്ലാ കാര്യത്തിലും ഞാൻ കട്ട സപ്പോർട്ടായിട്ട് നിൽക്കാമെന്നും പറയാം. അങ്ങനെ അവിടെ ജോയിൻ ചെയ്യാണ് കേട്ടോ നമ്മുടെ മാളവിക. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ അനിയാണ്. അനിക്കാണെങ്കിൽ ആടെ ഡിപ്രഷൻ അടിച്ചിരിക്കുകയാണ് കേട്ടോ. നന്ദുവിൻ്റെ ബർത്ത്ഡേക്കാണെങ്കിൽ കേക്ക് കട്ട് ചെയ്യാൻ കാത്തിരുന്നിട്ട് നന്ദു എത്തിയില്ല. എന്നാൽ നന്ദുവിൻ്റെ ഓഫീസിൽ ചെന്നിട്ട് നവീനുമായിട്ടോ കേക്ക് കട്ട് ചെയ്യുന്ന വീഡിയോ കാണുകയും ചെയ്തു. ഇത് കണ്ടപ്പോൾ തൊട്ട് അനിക്കാകെ ടെൻഷനാണ്. നവീൻ നന്ദുവിൻ്റെ കാര്യത്തിൽ ഇടിച്ചു കയറുന്നു എന്ന് അനിക്കറിയാം. നവീന് നന്ദുവിനെ ഇഷ്ടമാണെന്നുള്ള കാര്യവും അറിയാം. അതെല്ലാം ആലോചിക്കുമ്പം അനി ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഇനി നവീൻ നന്ദുവിനെ വിവാഹം കഴിക്കുമോ എന്നൊക്കെ. അങ്ങനെ ഇരിക്കുമ്പം വീട്ടിലേക്ക് വരികയാണ് കേട്ടോ. ഈ കേക്ക് കട്ട് ചെയ്യാൻ നിന്നിട്ട് എത്താത്തത് കൊണ്ട് തന്നെ ലേറ്റായിട്ടാണ് കേട്ടോ അനി വരുന്നത്. അനി വന്നു കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ തന്നെ അനി ഇങ്ങനെ ദുഃഖിച്ചിരിക്കുക. അപ്പോൾ രാത്രിയിൽ കിടക്കുമ്പോൾ അനി കാണുകയാണ് ഒരു സ്വപ്നം, നവീനും നന്ദുവും കൂടി വിവാഹം കഴിക്കുന്നതും ആ വിവാഹത്തിന് അനി പോയി നിൽക്കുന്നതും എല്ലാവരും പൂവൊക്കെ ഇങ്ങനെ എറിയുന്നതും അങ്ങനെ നവീനും നന്ദുവും ഒന്നാവുന്ന വിവരം അനി കാണുവാണ്. ഞെട്ടി എണീക്കുകയാണ് അനി. എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എനിക്ക് ആകെപ്പാടെ ടെൻഷനാവുന്നു. അനിയാണെങ്കിൽ ഫോൺ എടുത്ത് നന്ദുവിനെ വിളിക്കാൻ പോകുന്നു. പക്ഷേ അത്ര രാത്രി ആയതുകൊണ്ടും നന്ദുവിനോടൊരു ചെറിയ പരിഭവമൊക്കെ ഉള്ളതുകൊണ്ടും അനി വിളിക്കാതിരിക്കുകയാണ്. പിന്നെ കിടന്നിട്ടൊന്നും അനിക്ക് ഉറക്കം വരുന്നില്ല. അങ്ങനെ രാവിലെ എണീറ്റിട്ട് അനി വന്നിരിക്കുകയാണ് സിറ്റ് ഔട്ടിൽ. അപ്പോഴേക്കും നമ്മുടെ അബിയും നവ്യയും കൂടി അതുവഴി വരിക. ഉടനെ തന്നെ നവ്യ അനിയോട് ചോദിക്കുക, അല്ല ഇന്നലെ അനി ഒരുപാട് ലേറ്റായിട്ടാണല്ലോ വന്നത്, എവിടെ ആയിരുന്നു ഇന്നലെ എന്ന് ചോദിക്കുക. അപ്പോൾ അനി പറയുന്നുണ്ട് എനിക്ക് പല ആവശ്യങ്ങളും കാണുമല്ലോ, ഏടത്തി എന്തിനാണ് ഇപ്പം അതൊക്കെ ചോദിക്കുന്നത്, അതൊക്കെ അറിയേണ്ട കാര്യം എന്താ ഏടത്തിക്കെന്ന് ചോദിക്കുക. അപ്പോൾ അബി പറയുക, അല്ല അതൊന്നും അറിയേണ്ട കാര്യം ദേ ഇവക്കില്ല, എനിക്കുമില്ല, പക്ഷേ ഒരു കാര്യം അറിയേണ്ട ആവശ്യം ഇവക്കുണ്ട്, അതുകൊണ്ടാണ് ഇവള് ചോദിച്ചതെന്ന് പറയുക. അപ്പം അനി ചോദിക്കുക അതെന്ത് കാര്യമാ? അപ്പോൾ ഉടനെ നവ്യ പറയുന്നുണ്ട്, അതെ ഇന്നലെ നന്ദുവിൻ്റെ ബർത്ത്ഡേ ആണെന്നുള്ള കാര്യം എനിക്കറിയാമായിരുന്നായിരിക്കുമല്ലോ എന്ന് പറയുക. അപ്പം അനി പറയുന്നുണ്ട്, ഓ ആയിരുന്നോ? അല്ല നന്ദുവിൻ്റെ ബർത്ത്ഡേ ആണെങ്കിൽ എന്തിനാ ഞാനറിഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് ചോദിക്കുക. അപ്പോൾ നവ്യ പറയുക, അല്ല ഒരു കുഴപ്പമില്ല, ആ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അനി ഇപ്പോഴും നന്ദുവിനെ കാണാൻ പോകുന്നുണ്ടോ എന്ന് എനിക്കറിയണമെന്ന് പറയാം. അപ്പോൾ അനി പറയാ ഇതൊക്കെ എന്തിനാ ഇപ്പം എന്നോട് ചോദിക്കുന്നത്, നന്ദുവിനെ എന്താ എനിക്ക് കാണാൻ പാടില്ലെന്ന് ചോദിക്കുക. അപ്പോൾ നവ്യ പറയാ പറ്റില്ല, അവളെ കാണാൻ പാടില്ല, അനിയും നന്ദുവും തമ്മിലുള്ള വിവാഹമൊന്നും നടക്കാൻ പോകുന്നില്ല, അങ്ങനെ ഒരു ബന്ധത്തിന് ഞാനൊട്ട് സമ്മതിക്കുകയില്ല. നേരത്തെ ആയിരുന്നെങ്കിൽ കുറച്ചെങ്കിലും ഞാൻ സമ്മതിച്ചേനെ, പക്ഷെ അവളുണ്ടല്ലോ ആ നന്ദു, അവളുടെ അഹങ്കാരം കാരണം അവളെ എനിക്കിപ്പോൾ കണ്ണ് കീറി കാണാൻ പാടില്ല. അന്ന് ഇവൻ അബി ജയിലിൽ കടന്നപ്പം ഇവനെ അടിച്ചൊതുക്കിയത് അവളുടെ കാല് പിടിച്ച് ഞാൻ പറഞ്ഞതാ ഇവനെ വെറുതെ വിട് കേസിൽ നിന്ന് ഒഴിവാക്കുക എന്നൊക്കെ. എന്നിട്ടും അവൾ അത് ചെയ്തില്ല. അതിൽ പിന്നെ എൻ്റെ സഹോദരി സ്ഥാനത്ത് നന്ദു മാറി, അതിനു മുമ്പേ തന്നെ നയനയും മാറി. ഇനിയിപ്പം നന്ദുവിനെ കൂടി ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഞാൻ സമ്മതിക്കില്ല. അനിയും നന്ദുവും തമ്മിലുള്ള ബന്ധം നടക്കാനും പോകുന്നില്ല. അപ്പോഴേക്കും ഉടനെ അനി പറയും, അല്ല എന്താ ഏടത്തേക്ക് വേണ്ടത്, രാവിലെ തന്നെ രണ്ടുപേരും എന്നെ ചോദ്യം ചെയ്യാൻ വരുന്നത്, ഇപ്പം നന്ദുവിൻ്റെ കാര്യം എന്തിനാ ഇവിടെ എടുത്തിട്ടത്? അപ്പോൾ ഉടനെ തന്നെ പറയുകയാണ് നവ്യ, അല്ല ഇന്നലെ അവളുടെ ബർത്ത്ഡേ ആയിരുന്നു, അതിന് കേക്ക് മുറിച്ചും കറങ്ങി നടന്നും രണ്ടുപേരും സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം, അവക്കും രാവും പകലൊന്നും ഇല്ലാതെ വീട്ടിൽ കളത്തര പറഞ്ഞ് ഇറങ്ങുകയല്ലേ എന്ന് പറയാണ്. അപ്പോൾ അനി പറയുക, ഞാൻ അവളുടെ കൂടെ കേക്ക് കട്ട് ചെയ്യുകയോ സെലിബ്രേറ്റ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല, വെറുതെ മനുഷ്യനെ ടെൻഷനാക്കാതെ പോകുന്നുണ്ടോ? അല്ല ഞങ്ങൾക്കറിയാം അവളുടെ കൂടെ തന്നെയായിരുന്നു നീ രാത്രിയിൽ ഇന്നലെ അല്ലേ എന്ന് വീണ്ടും നവ്യ ചോദിക്കുമ്പോൾ എനിക്ക് നല്ല ദേഷ്യം വരിക. അനി പറയാ, ഞാൻ അവളുടെ കൂടെ അല്ലായിരുന്നു രാത്രിയിൽ, അവളുടെ ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കാനോ സമ്മാനം കൊടുക്കാനോ ഞാൻ പോയിട്ടില്ല, അഥവാ ഇനി പോയാൽ തന്നെ നിങ്ങൾക്കൊക്കെ എന്താ വിഷമം, എന്നെ ഒന്ന് വെറുതെ വിട്ടൂടെ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അകത്തേക്ക് കയറി പോവാണ് കേട്ടോ. അങ്ങനെ ആകപ്പാടെ വിഷമിച്ചിരിക്കുകയാണ്. നന്ദുവിൻ്റെ കാര്യം ആലോചിച്ചിട്ട് എനിക്ക് ഒരു സമാധാനവും കിട്ടുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പോകേണ്ടി വരികയാണ് കേട്ടോ ഓഫീസിലേക്ക്. അപ്പം ജോലിക്കൊന്നും പോകാൻ മടി പിടിച്ച് റൂമിൽ ഇരിക്കുക.
അപ്പോൾ അങ്ങോട്ട് ചെല്ലുകയാണ് നമ്മുടെ ജാനകി എന്നിട്ട് ചോദിക്കുക, അനി നീ ഇന്ന് ഓഫീസിലേക്ക് പോകുന്നില്ലേ, ഇതെന്താ ഇപ്പോൾ ഇവിടെ ഈ റൂമിൽ തന്നെ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിക്കുക. അപ്പോൾ അനി പറയുന്നുണ്ട്, ഓ എനിക്ക് പോകാനൊരു മൂഡ് തോന്നുന്നില്ല, അതുകൊണ്ട് ഞാൻ പോകുന്നില്ല എന്ന് പറയാം. അപ്പോൾ ജാനകി പറയാം, നീ എന്താ ഈ പറയുന്നേ, പോകാൻ മൂഡ് തോന്നുന്നില്ലെന്നോ, കമ്പനികളുടെയൊക്കെ MD സ്ഥാനത്താണ് നിന്നെ ഇപ്പോൾ ആക്കിയിരിക്കുന്നത്. ആദർശ് ഇരുന്ന് ആ കസേരയ്ക്ക് എന്തുമാത്രം ഉത്തരവാദിത്വം ഉണ്ടെന്ന് നിനക്കറിയോ? ആദർശ് എന്ന് രാവിലെ പോകുന്ന നീ കണ്ടിട്ടില്ലേ? നീ പഴയതുപോലെ വീണ്ടും മടി തുടങ്ങുവാണോ അനി എന്ന് ചോദിക്കാണ്. അപ്പോഴേക്കും ഉടനെ തന്നെ അനി പറയാം, നിങ്ങൾക്കൊക്കെ എന്താ വേണ്ടത്, എനിക്കിന്ന് പോകാൻ തോന്നുന്നില്ല. എന്നെ ആ കസേരയെ കൊണ്ടിരുത്താൻ ഞാൻ പറഞ്ഞൊന്നുമില്ലല്ലോ, നിങ്ങളെല്ലാവരും കൂടിയല്ലേ എന്നെ ആ കസേരയിൽ കൊണ്ടിരുത്തിയത്. ആദർശേട്ടൻ ഇരുന്ന കസേരയിൽ ആദർശേട്ടൻ ഇരിക്കണമായിരുന്നു. ആദർശേട്ടനെ ഒഴിവാക്കിയിട്ട് അവിടെ എന്നെ കൊണ്ടിരുത്തിയാൽ ശരിയാവൊന്നുമില്ല. ഇപ്പം ജാനകി പറയാം, എടാ ആ അഭിയും ജലജയും എല്ലാവരും ആഗ്രഹിക്കുന്ന ഈ കസേര, എന്നിട്ട് നീ ഉത്തരവാദിത്തം ഇല്ലാതെ പോയാൽ കമ്പനികൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ മുത്തശ്ശൻ നിന്നെ ആ സ്ഥാനത്തുനിന്ന് പുറത്താക്കും, നിന്നെ ഇവിടുന്ന് അടിച്ചിറക്കും എന്ന് പറയാണ്. ഇറക്കട്ടെ, എനിക്ക് ആ സ്ഥാനത്തിരിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അച്ഛനും വലിയച്ഛനും നിങ്ങളെല്ലാവരും കൂടി നിർബന്ധിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ ആ കസേരയിൽ ഇരുന്നത്. ഇതിപ്പോൾ വല്ലാത്തൊരു ഭാരമായല്ലോ എന്ന് പറയാണ്. അപ്പോൾ ജലജ പറയാം, നീ ഒരുങ്ങ്, പോകാം, അച്ഛനും വലിയച്ഛനും ഒക്കെ റെഡി ആയിട്ടുണ്ട്, അവരുടെ കൂടെ നീ ഓഫീസിലേക്ക് പോകണം എന്ന് പറയാണ്. ഓ റെഡിയാവാം എന്ന് പറയാം. എനിക്കാണെങ്കിൽ ടെൻഷനാണ് നന്ദുവിനെ കുറിച്ച് ആലോചിച്ചിട്ട്. അനിയാണെങ്കിൽ പിന്നെ എല്ലാം റെഡിയായി കോട്ടൊക്കെ ഇട്ട് വരികയാണ്. അങ്ങനെ വന്നു കഴിയുമ്പോഴേക്കും ജയനും അജയനും ഒക്കെ റെഡിയായി ഇരിപ്പുണ്ട്. അപ്പം ജയനും അജയനും അതുപോലെ ജലജയും ദേവയാനി എല്ലാവരും ഒക്കെ ഉണ്ട്. ആ സമയത്ത് ജയനും അജയനും പറയാം, വാ നീ, സമയമൊക്കെ ഒരുപാടായി, ഇത്രയും സമയമായിട്ട് നീ പോരാതിരുന്നാൽ ശരിയാകത്തില്ല, നീ വരാൻ പറയാണ്. അങ്ങനെ അനിയെ കൂട്ടി കാറിൽ കയറ്റി അവർ കൊണ്ടുപോവാണ്. നമ്മുടെ ജാനകിയാണെങ്കിൽ ഇങ്ങനെ വലിയ സന്തോഷത്തോടെ നോക്കി നിൽക്കുക. ജലജയ്ക്കാണെങ്കിൽ നല്ല കുശുമുണ്ട് കേട്ടോ, അനി MD സ്ഥാനത്തിരിക്കുകയും പോവുകയൊക്കെ ചെയ്യുന്ന കാണുമ്പം. അങ്ങനെ അവരെല്ലാവരും കൂടി അനിയെ യാത്രയാക്കി വിടുന്നുണ്ട്, നിർബന്ധിച്ച് ഉന്തിത്തള്ളിയാണ് വിടുന്നത് കേട്ടോ. അങ്ങനെ അനി ജുവലറിയിലെ കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് തന്നെ അനിക്ക് മനസ്സിലാകുന്നുണ്ട് കേട്ടോ, ചില കാര്യങ്ങളിലൊക്കെ പ്രശ്നങ്ങളുണ്ടോ എന്ന്. 2-3 ദിവസമൊക്കെ ആകുമ്പോൾ അനി ഇങ്ങനെ ശ്രദ്ധിക്കുവാണ്. പല ഡീലുകളെ കുറിച്ചിട്ടുള്ള വിവരങ്ങളും ചോർന്നു പോകുന്നുണ്ട്. മൂർത്തീസ് ജ്വല്ലറിക്ക് കിട്ടേണ്ട പല ഡീലുകളും ജുവലറിയിലേക്ക് പോകുന്നുണ്ട്. വ്യക്തമായിട്ട് ആ വിവരങ്ങളെല്ലാം, കോൺട്രാക്റ്റിലുള്ള വിവരങ്ങളെല്ലാം പുറത്ത് പോകുന്നുണ്ടെന്ന് അനിക്ക് മനസ്സിലാകുകയാണ്. അനി 2-3 ദിവസം ഇങ്ങനെ നല്ല രീതിയിൽ തന്നെ നോക്കുകയാണ്. നന്ദുവിനെ കുറിച്ചിട്ടുള്ള ആ വിചാരമൊക്കെ അനി മാറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത്. നന്ദുവിനോട് ഒരു ചെറിയ പരിഭവം പോലെയൊക്കെ കാണിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അനി നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഫയലുകളെല്ലാം നോക്കുവാണ്. അപ്പോൾ അങ്ങനെ നോക്കിയിരിക്കുമ്പോഴാണ് പല ഡീലുകളും ഇവർ വയ്ക്കുന്ന കോൺട്രാക്റ്റ് എമൗണ്ടിൻ്റെ കറക്റ്റ് എമൗണ്ട് വ്യത്യാസത്തിൽ മാത്രം ജ്വല്ലറിക്ക് കിട്ടിയിരിക്കുന്നതായിട്ട് മനസ്സിലാക്കുകയാണ്. അപ്പോൾ എനിക്ക് തന്നെ തോന്നുക ഇതിലെന്തോ കള്ളത്തരമുണ്ടല്ലോ, ഇത്ര കറക്റ്റായിട്ട് കാര്യങ്ങൾ ജ്വല്ലറിയിൽ അറിയണം എന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള ആരോ അത് ചോർത്തി കൊടുക്കുന്നതാണല്ലോ എന്ന് അനി വിചാരിക്കുകയാണ്. അങ്ങനെ അനി ഇങ്ങനെ 2 ദിവസമാകുമ്പോൾ അനി വിചാരിക്കുക, ഇതൊക്കെ ഒന്ന് ആദർശേട്ടനോട് സംസാരിക്കാം, ഇക്കാര്യത്തിലാണെങ്കിൽ എനിക്ക് യാതൊരു മുൻപരിചയവും ഇല്ല, ആദർശേട്ടനാകുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ കുറച്ചുകൂടി മനസ്സിലാവുമല്ലോ എന്ന് വിചാരിച്ച് അനി ലാപ്ടോപ്പൊക്കെ ആയിട്ട് ആദർശിൻ്റെയും നയനയുടെയും വീട്ടിലേക്ക് ചെല്ലുക. അവിടെ ചെന്ന് കഴിയുമ്പോൾ നയന അനി വരുന്ന കാണുമ്പോൾ ഭയങ്കര സന്തോഷമാവും. നയന പറയാം, ആഹാ അനി നിനക്ക് ഇപ്പോഴെങ്കിലും ഇങ്ങോട്ടൊന്ന് വരാൻ തോന്നിയല്ലോ എന്ന് പറയാം. അനി പറയുന്നുണ്ട്, ഞാൻ ഇപ്പോൾ കമ്പനിയിലെ കാര്യങ്ങളൊക്കെ നോക്കുമല്ലേ ഏടത്തി, അതിൻ്റേതായ തിരക്കാ, എനിക്കതിലൊന്നും വലിയ താല്പര്യമേ ഇല്ല, വല്ലാതെ ബോറടിക്കുന്നു. പിന്നെ ഗതികേടുകൊണ്ട് മുത്തച്ഛനും അച്ഛനും വലിയച്ഛനും എല്ലാം പറയുന്നത് കൊണ്ട് മാത്രം ഞാൻ ചെയ്യുന്നതാണെന്ന് പറയുമ്പോൾ നയന പറയുക, അങ്ങനെയൊന്നും അല്ല, ആദർശേട്ടൻ ഇപ്പം തൽക്കാലം മാറി നിൽക്കല്ലേ, ആ സമയത്ത് നമ്മുടെ കമ്പനിയെ നഷ്ടത്തിൽ നിന്ന് ലാഭത്തിലേക്ക് കൊണ്ടുവരാൻ നീ തന്നെ ശ്രമിക്കണ്ടേ. ഇനിയിപ്പോൾ വിഷുവൊക്കെയല്ലേ വരുന്നത്, നമ്മുടെ കളക്ഷൻസൊക്കെ കൂട്ടുകയും കച്ചവടം കൂട്ടുകയും ഒക്കെ ചെയ്തില്ലെങ്കിൽ നമ്മൾ ജ്വല്ലറിയെക്കാളും ഒരുപാട് പിന്നിലേക്ക് പോവില്ലേ നീ എന്ന് ചോദിക്കുക. അപ്പം അനി പറയുന്നുണ്ട്, അതൊക്കെ അറിയാം ഏടത്തി, ഞാനിപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്, ഏട്ടനെ കണ്ട് ചില സംശയങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് വന്നതാണെന്ന് പറയാം. അപ്പോൾ ആദർശ് അങ്ങോട്ട് ഇറങ്ങി വരികയാണ്. എന്താ അനി എന്ന് ചോദിക്കുക. അപ്പോൾ പറയുന്നുണ്ട്, ആദർശേട്ടാ, ഞാനിപ്പോൾ കമ്പനിയിലെ കാര്യങ്ങളൊക്കെ നോക്കാൻ തുടങ്ങിയപ്പം എനിക്ക് ചില കാര്യങ്ങളൊക്കെ, ചില ഡൗട്ടുകളൊക്കെ തോന്നി, അത് ആദർശനോട് ക്ലിയർ ചെയ്യാൻ വേണ്ടി വന്നതാണെന്ന് പറയാം. ആദർശ് പറയുന്നുണ്ട്, നീ പറ, എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി, ഞാനതൊക്കെ ക്ലിയർ ചെയ്ത് തരാമെന്ന് പറയാം. അങ്ങനെ അനി ഫയലൊക്കെ കാണിക്കുകയാണ് ലാപ്ടോപ്പിൽ. അങ്ങനെ കാണിക്കുമ്പം അടുപ്പിച്ച് കുറേ ഡീലുകളുടെ കാര്യങ്ങളൊക്കെ മൂർത്തീസ് ജ്വല്ലറിയേക്കാളും കുറച്ച് പൈസയ്ക്ക് മാത്രം പോയിരിക്കുന്നത് ജ്വല്ലറിക്കാണ്. അങ്ങനെ പല വ്യക്തമായ കാര്യങ്ങൾ മൂർത്തീസ് ജ്വല്ലറി ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആ സംഭവം ജ്വല്ലറിയിൽ എത്തുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ആദർശിനെ കാണിച്ചു കൊടുക്കുമ്പോൾ ആദർശ് പറഞ്ഞു, അതെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഇതിലെന്തോ ഒരു ട്രാപ്പുള്ളതായിട്ട് എനിക്കും തോന്നുന്നുണ്ടല്ലോ അനിയെന്ന് പറയാം. അപ്പോൾ അനി പറയുന്നുണ്ട്, ഞാനിത് കുറച്ച് ദിവസമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്, നമ്മുടെ കമ്പനിയിലെ എല്ലാ വിവരങ്ങളും അത് ചോർന്നു പോകുന്നുണ്ട്, അത് പ്രത്യേകിച്ച് ജ്വല്ലറിയിലേക്ക് എന്ന് അനി പറയാണ്.
അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അങ്ങനെ ഒരു ഒറ്റുകാരൻ നമ്മുടെ കമ്പനി കാണുമോ? അല്ല, കാണില്ല എന്ന് പറയാൻ പറ്റില്ല, അങ്ങനെയും ആളുകൾ കാണും എന്ന് പറയാണ്. ആരെങ്കിലും സംശയമുണ്ടോ അനിയെന്ന് ചോദിക്കുമ്പോൾ അനി പറയുന്നുണ്ട്, ഞാൻ ആരെ സംശയിക്കാനാണ്, അബിയെ സംശയിക്കായിരുന്നു. പക്ഷേ അവനിപ്പോൾ കമ്പനി കാര്യങ്ങളിലേക്ക് വരികയും കമ്പനിയുടെ പരിസരത്ത് കൂടി പോലും വരുന്നില്ല എന്ന് പറയാണ്. അങ്ങനെയുള്ള അബി ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് അനി പറയുമ്പോൾ ആദർശം പറയാം, അത് നേരാ, അങ്ങനെ അവൻ വരുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ പറയാൻ പറ്റില്ല. അവൻ്റെ ഭാര്യ നവ്യയല്ലേ AM ജ്വല്ലറിയുടെ മോഡല്, അവളെ വെച്ച് AM ജ്വല്ലറിക്കാരെ മുതലെടുക്കുന്നുണ്ടോ എന്ന് അറിയില്ല എന്ന് ആദർശ് പറയാണ്. അപ്പോൾ ഉടനെ അനി പറയാം, അതും ശരിയാ, ഞാൻ ആ വിധത്തിലും ചിന്തിച്ചു. നവ്യടത്തി ആ AM ജ്വല്ലറിക്കാർക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുക്കുന്ന കൂടെ ഇതുപോലെ ഒറ്റപ്പണി കൂടി ചെയ്യുന്നുണ്ടോ എന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷേ നവ്യടത്തിയും ഒരിക്കലും കമ്പനി കാര്യങ്ങളിൽ ഇടപെടാൻ വരുന്നില്ല. AM ജ്വല്ലറി അവരുടെ മോഡലായിട്ട് നിർത്തി അവർ മുതലെടുക്കുന്നതേ ഉള്ളൂ. അനന്തമൂർത്തിയുടെ കൊച്ചുമോൻ്റെ ഭാര്യയെ അവരുടെ മോഡൽ എന്നുള്ള രീതിയിൽ അവർ പ്രൊമോഷൻ നടത്തുന്നതേ ഉള്ളൂ. അല്ലാതെ നമ്മുടെ കാര്യങ്ങളൊന്നും ലീക്കാവുന്നുണ്ടെന്ന് തോന്നുന്നില്ല നവ്യടത്തി വഴിയെന്ന് അനി പറയാം. അപ്പോൾ ഉടനെ പറയുന്നുണ്ട്, പിന്നെ ആരായിരിക്കും ഇതൊക്കെ ചെയ്യുക? അപ്പച്ചിയും ഇതിനൊന്നും മുടക്കില്ലാത്ത ആളാണ്. പക്ഷെ അപ്പച്ചി കമ്പനി കാര്യങ്ങളിലൊന്നും ഒരു ABCD പോലും അറിയില്ല. അതങ്ങനെ ആയതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളൊന്നും ചോർന്നു പോകാൻ ആ വഴിയും നടക്കില്ല. പിന്നെ എന്താണ് ഇനി, ആരാണ്, നീ അത് ചെക്ക് ചെയ്യണം അനിയെന്ന് പറയാം. അപ്പോൾ അനി പറയുന്നുണ്ട്, ഞാൻ കുറേ സ്റ്റാഫിനെയൊക്കെ ചെക്ക് ചെയ്തു, പക്ഷെ സ്റ്റാഫല്ല, അതിലും വേണ്ടപ്പെട്ട ആരോ ആണ് എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ഉടനെ അനി പറയുന്നുണ്ട്, എനിക്ക് വേറൊരാളെ കൂടി സംശയമുണ്ടെന്ന് ആദർശിനോട് പറയാം. അതാരാ അനി വ്യക്തമായിട്ട് പറയാണ്. അങ്ങനെ എന്തെങ്കിലും സംശയമുണ്ട് അയാളെ ഒഴിവാക്കി നിർത്തണം ഉടനെ തന്നെ എന്ന് അനിയോട് ആദർശ് പറഞ്ഞു കൊടുക്കുമ്പം അനി പറയുന്നുണ്ട്, അത് മറ്റാരുമല്ല, അവന്തികയാണ് സംശയം. അവൾ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നുണ്ട്. മുത്തശ്ശൻ അവളെ നല്ല വിശ്വാസമാണ്. അതുകൊണ്ട് തന്നെ ഒരു ട്രെയിനി എന്ന രീതിയിലൊന്നും അല്ല അവൾ കമ്പനിയിലെ കാര്യങ്ങൾ നോക്കുന്നത്. എല്ലായിടത്തും ഇടപെടാനുള്ള ഒരു അവകാശം അവൾക്കുണ്ട്. അവൾ വഴി ഇനി എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ എന്ന് അറിയില്ല. അപ്പച്ചിയുടെ ബ്ലഡ് അല്ലേ എന്ന് അനി പറയാണ്. അപ്പോൾ ആദർശ് പറയും, ഏയ് അവന്തിക്ക് അങ്ങനെ ചെയ്യാനുള്ള സാധ്യതയൊന്നുമില്ല. അപ്പച്ചിയുടെയും അബിയുടെയൊക്കെ രക്തമാണെങ്കിൽ പോലും അവരുടെ സ്വഭാവത്തിൽ നിന്നും നേരെ വ്യത്യസ്തമല്ലേ അവന്തികയുടെ സ്വഭാവം. അതുകൊണ്ട് തന്നെയല്ലേ മുത്തശ്ശൻ അവളെ വിശ്വസിച്ച് കമ്പനി കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പച്ചിയെയും അബിയോടും ഒക്കെ അവൾക്ക് നല്ല വെറുപ്പുമുണ്ട്, എതിർപ്പുമുണ്ട്. അതുകൊണ്ട് തന്നെ അവൾ നമ്മുടെ കമ്പനിയെ പറ്റിക്കുമെന്ന് തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ അനി പറയാ, ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത കാലമായതുകൊണ്ട് ആദർശേട്ടാ ഞാൻ പറഞ്ഞത്, ഞാൻ ഒന്നുകൂടി ആ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തോളാം എന്ന് പറയാണ്. അതിനുശേഷം അനി തിരിച്ചു പോവാണ് കേട്ടോ. അതിനൊക്കെ ശേഷമാണ് നമ്മുടെ മാളവികയെ വിളിക്കുകയാണ് ഡേവിഡ്. എന്നിട്ട് പറയുന്നുണ്ട്, വിഷുവിന് വേണ്ടി മാളവിക കളക്ഷൻസിൽ പുതിയ കുറേ കളക്ഷൻസ് ഒക്കെ ആവശ്യമുണ്ട് എന്ന് പറയാണ്. അപ്പോൾ മാളവിക പറയുന്നുണ്ട്, ശരി ഞാനത് ചെയ്യാമെന്ന് പറയാം. അപ്പോൾ വളരെയധികം കളക്ഷനുകളൊക്കെ കുറേ ഡിസൈനുകളൊക്കെ ചെയ്യുക, അത് ചെയ്തിട്ട് കൊണ്ടുവരണം, അതിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്യണം, എന്നിട്ട് വേണം അത് ഓർണമെൻ്റ് ആക്കി മാറ്റാനെന്ന് പറയാണ്. അപ്പോൾ മാളവിക പറയുന്നുണ്ട്, എനിക്ക് കുറച്ച് ദിവസം തരുവാണെങ്കിൽ ഞാനത് ചെയ്യാമെന്ന് പറയാം. അപ്പോൾ ഡേവിഡ് ചോദിക്കുന്നുണ്ട്, ഇന്നൊരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് ഡേവിഡ് ചോദിക്കുക. ഡേവിഡിന് ഇതിനെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ലെന്ന് മാളവികയ്ക്ക് മനസ്സിലാകുക. അപ്പോൾ മാളവിക പറയുന്നുണ്ട്, ഇല്ല ഒരിക്കലും അത് നടക്കില്ല, ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഇത്രയധികം കളക്ഷൻ ഉണ്ടാക്കാൻ പറ്റില്ല, അത്രയധികം ഡിസൈനുകളൊക്കെ ചെയ്യണമെങ്കിൽ കുറച്ച് സമയം എടുക്കുന്ന കാര്യമാണ് എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ഡേവിഡ് അതൊരു ഇതില്ലാത്ത രീതിയിൽ ആരെയോ വിളിച്ച് ചോദിക്കുകയാണ്. അപ്പം മാളവിക അടുത്ത് തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ വിളിച്ച് ചോദിച്ചിട്ട് പറയുന്നുണ്ട്, ഒരു ദിവസം കൊണ്ടും 2 ദിവസം കൊണ്ടൊന്നും ഈ ഡിസൈനുകളൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് ഈ കുട്ടി പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പം അവിടുന്ന് ഈ ഫോൺ എടുത്ത് സംസാരിക്കുന്നത് നാഗേന്ദ്രയാണ്. നാഗേന്ദ്രയുടെ കൂടെ അവന്തികയുണ്ട്. അപ്പം നാഗേന്ദ്ര പറയാണ്, അയടോ ഒരു ദിവസം കൊണ്ടും 2 ദിവസം കൊണ്ടും അല്ലെങ്കിലും ഇത്രയും കളക്ഷന് വേണ്ട ഡിഫറെൻ്റ് ആയിട്ടുള്ള ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻ ചെയ്യാനൊന്നും പറ്റില്ല. ഒരാഴ്ച 2 ആഴ്ച സമയം കൊടുക്കുക ആ കുട്ടിക്ക്, അതുവരെയുള്ള ആ ഡിസൈനുകളൊക്കെ ചെയ്തിട്ട് വരട്ടെ എന്ന് പറയാണ്. അപ്പോൾ ഡേവിഡ് ഓക്കെ പറയാണ്, 2 ആഴ്ച സമയം തരാം, 2 ആഴ്ച കൊണ്ട് നമ്മുടെ വിഷു കളക്ഷന് വേണ്ട എല്ലാ ഡിസൈനുകളും റെഡി ആയിരിക്കണം, അതും ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ളത് തന്നെ വേണമെന്ന് പറയാം. മാളവിക സമ്മതിക്കാണ്. അങ്ങനെ മാളവിക ആദർശിൻ്റെയും നയനയുടെയും അടുത്ത് ചെന്ന് പറയാണ്, ഇങ്ങനെ വെറൈറ്റി ഡിസൈൻസ് വേണമെന്ന് പറഞ്ഞു, അത് ചെയ്താൽ മാത്രമേ ഉള്ളൂ ഒരു പക്ഷേ എന്നിൽ വിശ്വാസ്യത ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ എനിക്ക് അവരുടെ ഉള്ളിലുള്ള ആളിലേക്ക്, ഇതിനെല്ലാം നിയന്ത്രിക്കുന്ന ഒരാളുണ്ട്, അയാളിലേക്ക് എത്തിച്ചേരാൻ ചിലപ്പം പറ്റിയേക്കും, പിടിച്ച് നിൽക്കാൻ പറ്റും എന്ന് പറയുമ്പം ആദർശ് പറയാണ്, ശരിയാണ്, അതുകൊണ്ട് തന്നെ മാളവികയുടേതായ രീതിയിൽ കുറച്ച് ഡിസൈനുകളൊക്കെ മാളവിക ചെയ്യുക, കുറച്ച് നല്ല ഡിസൈനുകളൊക്കെ നയനയും ചെയ്തു തരുമെന്ന് പറയാണ്. അപ്പോൾ നയനയും പറയാണ്, ശരിയാണ്, വിഷു കളക്ഷന് വേണ്ട കുറച്ച് നല്ല ഡിസൈനുകൾ, അവരെ ഇമ്പ്രസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഡിസൈനുകൾ ഞാൻ ചെയ്തു തരാം എന്ന് പറയാം.
അങ്ങനെ 2 ആഴ്ച സമയമുണ്ട്. അതുകൊണ്ട് തന്നെ 2 പേരും കൂടി മാളവികയും അതുപോലെ സമയം കിട്ടുമ്പോഴൊക്കെ നയനയും കുറേ നല്ല ഡിസൈനുകളൊക്കെ വരയ്ക്കുകയാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ മാളവികയെ ഉടനെ തന്നെ അവിടെ നിന്ന് ഇറക്കി വിടരുത്, അവിടെ പിടിച്ച് നിൽക്കാൻ പറ്റണം അതിന് വേണ്ടിയിട്ട്. അങ്ങനെ ഇതെല്ലാം സെറ്റാക്കി കഴിയുമ്പോഴേക്കും മാളവിക ഈ ഡിസൈനുകളൊക്കെ സബ്മിറ്റ് ചെയ്യാൻ പോവാണ്. ചെല്ലുന്ന സമയത്ത് ഡേവിഡിനെ ഇതെല്ലാം കാണിക്കുമ്പോൾ ഡേവിഡിന് ഒരു അന്തവും കുന്തവും ഇല്ല. ഡേവിഡ് ഉടനെ തന്നെ മാളവികയോട് പറയാണ്, ഇത് കാണിക്കേണ്ട ആളുകൾ വേറെയാണ്, എൻ്റെ പിന്നിൽ ഇതിൽ ചില ആളുകളുണ്ട്, അവരെയാണ് ഇതെല്ലാം കാണിക്കേണ്ടത്, അവരാണ് ഇതിൽ തീരുമാനം എടുക്കേണ്ടത്, അവരത് ഹോട്ടൽ റൂമിലുണ്ട്, അവിടെ കൊണ്ടുപോയി നമുക്കിത് പ്രസൻറ്റ് ചെയ്യാമെന്ന് പറയുക. ആ അവസരം മാളവിക ഇതാരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് മാളവികയെ മുതലാക്കുകയാണ്. അങ്ങനെ മാളവികയും കൂട്ടിക്കൊണ്ട് ഡേവിഡ് നാഗേന്ദ്രയും അവന്തികയുമുള്ള ഹോട്ടലിൽ ചെല്ലുകയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞ് ഈ ഡിസൈനുകളെല്ലാം കാണിക്കുകയാണ് മാളവിക. അവിടെ ചെല്ലുമ്പോഴാണ് നാഗേന്ദ്രയും അവന്തികയും മാളവിക കാണുന്നത് കേട്ടോ. മാളവികയ്ക്ക് അവരെ മനസ്സിലാവുന്നൊന്നുമില്ല, പേരൊക്കെ പിടികിട്ടി. മാളവിക അവരുടെ വീഡിയോ എടുക്കുകയാണ്. അവന്തികയുടെയും അതുപോലെ തന്നെ നാഗേന്ദ്രയുടെയും വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുക്കുകയാണ് അവരറിയാതെ തന്നെ. ഇതൊക്കെ ആദർശിനെ കാണിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവിടെ ഇതെല്ലാം പ്രസൻറ്റ് ചെയ്ത് അവർക്കിതെല്ലാം ഭയങ്കരമായിട്ട് ഈ ഡിസൈനുകളൊക്കെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ മാളവിക കളക്ഷൻസ് തുടങ്ങാമെന്നവർ പറയുകയാണ്. അതിനുശേഷം മാളവിക ഈ വീഡിയോസൊക്കെ ആയിട്ട് തിരിച്ച് ആദർശിൻ്റെയും കിരണിൻ്റെയും നയനയുടെയും അടുത്തെത്തി ഇതെല്ലാം കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഫോട്ടോ കാണിക്കുമ്പം നാഗേന്ദ്രയുടെയും അവന്തികയുടെയും ഫോട്ടോ കാണുമ്പം ആദർശും കിരണും ഞെട്ടിപ്പോവാണ് കേട്ടോ. ആദർശ് നാഗേന്ദ്രയെ കാണുമ്പോൾ തന്നെ തിരിച്ചറിയാണ്, ഇത് അപ്പച്ചിയുടെ ഭർത്താവ് നാഗേന്ദ്രയും അവന്തികയുമല്ലേ, അവന്തിക ഇവളും ഞങ്ങളെ ചതിച്ചോ, അപ്പച്ചിയുമായിട്ട് ഒരു ബന്ധവും ഇല്ല എന്നുള്ള രീതിയിൽ നല്ലവളായിട്ട് മുത്തശ്ശൻ്റെ സ്നേഹം പിടിച്ചു പറ്റി നിന്ന ഇവളാണപ്പം അനി പറഞ്ഞതുപോലെ മൂർത്തീസ് ജ്വല്ലറിയെ ചതിച്ചുകൊണ്ടിരുന്നത്, മൂർത്തീസ് ജ്വല്ലറിയുടെ ഓരോ നീക്കവും അറിഞ്ഞ് AM ജ്വല്ലറിയെ അറിയിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവരായിരുന്നു ഇതിൻ്റെ പിന്നിൽ എന്നുള്ള കാര്യം ആദർശ് മനസ്സിലാക്കുകയാണ് കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്